ലതാജി അമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഓണത്തിൻ്റെ വിഭവങ്ങളായ 9 കറികൾ വേറെ ഇട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു കുറുക്ക് കാളനും കൂടിയിട്ട് ഉള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ചേന സ്ക്വയറായിട്ടുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ എരിവിന് വേണ്ട പച്ചമുളക് ഒരു 3 എണ്ണം ഇട്ടിട്ടുണ്ട്. വേപ്പില, പിന്നെ ഉപ്പ്, ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് കുക്കർ അടച്ച് വയ്ക്കാം. പിന്നെ അതങ്ങനെ വേവട്ടെ. അപ്പോഴേക്കും അരപ്പ് റെഡിയാക്കാം. അതിന് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. കുക്കർ അടച്ചിട്ട് സ്റ്റൗ കത്തിച്ചു. ഇനി അരപ്പിനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 മുറി നാളികേരം ചിരകിയത്, അതിൽ 1 ടീസ്പൂണ് ജീരകം, 1 ടീസ്പൂണ് കുരുമുളക്, മുഴുവൻ മുളകാണ്, കുരുമുളക് പൊടിയല്ല, മുഴുവനായിട്ടുള്ള കുരുമുളക്, ഒരു 2 പച്ചമുളക്. ഇത് എല്ലാം കൂടിയിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. പിന്നെ വെന്ത ചേന വേറൊരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ചേന അതിൽ കുറച്ച് വെള്ളമുണ്ട്. വെള്ളം മുഴുവൻ വറ്റിക്കാൻ നോക്കുമ്പോൾ വെള്ളം മുഴുവൻ ഒരുമിച്ച് വറ്റിക്കാം. അതിൽ നാളികേരം അരച്ചതും, 1/2 ലിറ്റർ തൈര്, 1 മുറി നാളികേരം, ഈ കുരുമുളകും ജീരകം പച്ചമുളകും കൂടി അരച്ചത്, അത് വെള്ളമില്ലാണ്ട് അരച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പേസ്റ്റാക്കിയിട്ട് അരച്ചത് ഇടണം. പിന്നെ തൈര്, ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് കുറുക്കി വറ്റിച്ചെടുക്കണം. അങ്ങനെ അത് നന്നായിട്ട് നല്ല ഫ്ലെയിമിലിട്ടിട്ട് ഫുള്ളിലിട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അത് നല്ലപോലെ കുറുകി കട്ടയാവുന്ന വരെ വറ്റിക്കണം. അത് അപ്പോൾ നന്നായി തെറിക്കും, തിളച്ച് പുറത്തേക്ക് തെറിച്ച് പോരും. മേരിക്കാവാതെ നോക്കണം. അങ്ങനെ തുള്ളിയായിട്ട് പുറത്തേക്ക് തെറിച്ചിട്ട് നിൽക്കും. കാളൻ കുറുക്കുമ്പോൾ അങ്ങനെയാണ്. നല്ല നന്നായിട്ട് ശ്രദ്ധിച്ച് നിൽക്കണം, മേലേക്ക് തെറിക്കാണ്ട്. അങ്ങനെ നന്നായിട്ട് പൊട്ടി പുറത്തേക്ക് ഇത് വരും. അങ്ങനെ വറ്റി കഴിഞ്ഞാൽ, നന്നായിട്ട് വെള്ളം മുഴുവൻ വറ്റി കഴിഞ്ഞാൽ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. 2 ഉണക്കമുളക് ഇട്ടിട്ട് മൂപ്പിച്ചിടുക. പിന്നെ കടുക്, ഉലുവ, വേപ്പില, ഇതെല്ലാം കൂടിയിട്ട് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് കോരിയൊഴിക്കാം. ഇപ്പോൾ ഇത് നല്ല തള വന്നു തുടങ്ങിയിട്ടുണ്ട്. നാളികേരം തൈരും കൂടി ഒഴിച്ചത് തള വരുന്നുള്ളൂ. അങ്ങനെ തിളച്ച് വറ്റട്ടെ. ഇപ്പം ഏകദേശം പൊട്ടി പുറത്തേക്ക് തെറിച്ച് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം തെറിച്ചിട്ട് നിൽക്കും. ഇങ്ങനെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ തിളയ്ക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് തെറിച്ച് വരും. അങ്ങനെ തെറിച്ചിട്ട് പിന്നെ അത് വറ്റി കുറുകി പാകമാവും. ഏകദേശം കുറുകി പാകാവാറായിട്ടുണ്ട്. അപ്പോൾ അത് പാകമായി വരുമ്പോഴേക്കും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓണക്കാലമായില്ലല്ലോ. അപ്പോൾ കറി കാളൻ വയ്ക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻ്റ് ഇടണം. ഞാൻ വേറെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നുണ്ട്. ഇപ്പോൾ അത് ചീഞ്ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിപ്പോൾ മറ്റേ ചട്ടിയിൽ കറി പാകമാകുമ്പോഴേക്ക് ഇപ്പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, ചീഞ്ചട്ടി വെച്ചു. അത് കടുകും ഉലുവയും ഉണക്കമുളകും ഇട്ടിട്ട് പൊട്ടിക്കാൻ വയ്ക്കാം. അങ്ങനെ ഞാൻ സാമ്പാറുണ്ടാക്കിയിട്ടുണ്ട്. എരിശ്ശേരി, അവിയൽ, മത്തങ്ങ പുളിശ്ശേരി, പിന്നെ കൂട്ടുകറി, രസം, കാളൻ കുറുക്കിയത്, പിന്നെ ഇഞ്ചമ്പുളി ഉണ്ടാക്കിയിട്ടുണ്ട്, അച്ചാറ്. ഇതിപ്പോൾ അത്രയും കറികളൊക്കെ ആക്കിയിട്ടുണ്ട്. അതൊക്കെ മുന്നത്തെ ഒരേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണം. ഇനിയിപ്പോൾ ഞാനിത് കടുക് വറുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കറി നന്നായിട്ട് വറ്റി വന്നു. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കാളനായുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇത് നന്നായി വറ്റി നല്ല കട്ടിയുള്ള കാളനായുണ്ട്. ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ കണ്ടറിയാം അതിൻ്റെ കട്ടി. അതിപ്പോൾ ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാണ്ടിരിക്കും ഇതുപോലെ വറ്റിച്ചെടുക്കണ കാരണം. അടുത്ത റെസിപ്പി ആയിട്ട് ഇനി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.